മാങ്ങ ഇട്ട മത്തിക്കറി. ആദ്യമായി മിക്സിയുടെ ഒരു ജാറിലേക്ക് തേങ്ങ എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കുക. ഇതിലേക്ക് ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി ചേർക്കുക. നമ്മൾ സാമ്പാർ ഉണ്ണി എന്ന് പറയാനുള്ള ചെറിയ ഉള്ളി, സവാളയല്ല. അതിനുശേഷം വെള്ളമൊഴിച്ച് ഇത് നന്നായി അരച്ചെടുക്കുക. ഈ അരച്ചെടുത്തത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഇനി ഒരു ചട്ടിയിൽ ഞാനൊരു 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു മാങ്ങയുടെ പകുതി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവ ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. അതിനു മുമ്പേ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മീനിൽ പിടിക്കാൻ വെക്കണം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഇത് മാറ്റി വെക്കുക. ഈ സമയം കൊണ്ട് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ചൂടാക്കി കറിവേപ്പില ഇടുക. 15 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഇടുക. ഇത് കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ച ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചെയ്തിരിക്കുന്ന മീനിലേക്ക്, ചട്ടിയിലേക്ക് ഇത് ഒഴിക്കുക. നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് അടപ്പൊന്ന് മാറ്റി ഉപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇടുക. ഉലുവ ഇട്ട ശേഷം വറ്റൽമുളക് ഇടുക. അതിനുശേഷം ഒരു 6-7 അല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു. ഇത് നന്നായി ഒന്ന് താളിച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇടുന്നു. പിന്നെ ഇത് നമ്മൾ നേരത്തെ വെന്ത് റെഡിയായിരിക്കുന്ന മീനിലേക്ക് ഒഴിക്കുന്നു. ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടുക് താളിച്ചതെല്ലാം മീനിലേക്ക് നന്നായി മിക്സ് ചെയ്ത് വരുന്നതാണ്. മാങ്ങ ഇട്ട മത്തിക്കറി റെഡി.